എല്ലാവർക്കും ഞങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. അപ്പോൾ 15-ാം തീയതി ഓണമാണല്ലേ. ഞങ്ങളുടെ സ്കൂളിലും ഒരു ഓണ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനേക്കുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ആദ്യം തന്നെ റോസ് വാട്ടർ മുഖത്തെല്ലാം നന്നായി അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബേസ് സെറ്റ് ചെയ്തു. ഇത് ഇന്ന് രാവിലെ ഇട്ട നെയിൽ പോളിഷാണ് കേട്ടോ. ബ്ലൗസിൻ്റെ കളറൊന്നുമല്ല, എന്നാലും ഒപ്പിക്കാം. പിന്നെ ലോഷൻ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊതുവെ സൺസ്ക്രീൻ തേക്കാറ്. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് സൺസ്ക്രീൻ വാരി പൊത്തി കൊടുക്കുന്നുണ്ട്. കാരണം ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ നോക്കിയ സമയത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമായിരിക്കും. എന്തായാലും ഓണപരിപാടിയല്ലേ, ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൺസീലർ വെച്ചിട്ട് ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. കയ്യിൽ ഞാൻ BB ക്രീമും എൻ്റെ കയ്യിലുള്ളൊരു ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചത്. അത് നന്നായിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. എന്നാലും ചില സ്പോട്ട് ആ ഒരു മാർക്സ് ഉണ്ടല്ലോ, ഈ കുരു വന്നതിന് ശേഷമുള്ള, അത് ഈയിടെയായിട്ട് എന്നെ വല്ലാതെ അലട്ടുന്നൊരു പ്രശ്നമാണ്. അതും കവർ ചെയ്തു. പിന്നെ സാദാ ഒരു പൗഡറാണത്, വൈറ്റ് ടോണിൻ്റെ. അതാണ് ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ പെൻസിൽ തേഞ്ഞ് തീരാറായിട്ടുണ്ട്. ഇനിയൊന്ന് വാങ്ങണം. ഇനിയൊന്ന് ബ്രൗൺ കളർ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ബ്ലാക്കാണ്. അത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഞാനും എടുത്തു. ഐലൈനർ കണ്ണിലെഴുതുന്ന സമയത്ത് നമ്മൾ ഈ ക്യാമറയിൽ നോക്കി എഴുതിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ണാടി പോയി എഴുതിയിട്ട് വന്നു. അതാട്ടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. വെച്ചപ്പോൾ എനിക്ക് മുഖത്ത് അത്യാവശ്യം നന്നായി ചേരുന്ന പോലെ തോന്നി. പൊതുവേ ഞാൻ ബ്ലാക്ക് കളർ പൊട്ടാണ് ഇടാറ്. പിന്നെ കൺമഷി, അത് ഹിമാലയൻ്റെ ഒരു കൺമഷിയാണ്. അത് വെച്ച് വരച്ചതിന് ശേഷം ഐലൈനർ വെച്ച് ഒന്നും കൂടി അടിയിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും കുറേയൊക്കെ സ്പ്രെഡ് ആവട്ടോ. പിന്നെ ലിപ് ലൈനർ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെബിലൈൻ സെൻസേഷൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണിത്. അത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. ഞാൻ പിന്നെ ഡാർക്കാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേഗം ബ്ലൗസൊക്കെ പോയി എടുത്തിട്ടു. ഇത് ബ്ലൗസിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള വളയാണ്. ഞാൻ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. മുടി നിങ്ങൾ വിചാരിക്കും നല്ലൊരു ഓണമായിട്ട് പരിപാടിക്കായിട്ട് കുളിച്ചില്ലേന്ന്. ഞാൻ തലേന്ന് രാത്രി കുളിച്ചിട്ട് മുടി ചെറുതാക്കി പിന്നിയിട്ടിട്ട് രാവിലെ അഴിച്ചിട്ടതാണ് കേട്ടോ. അത് മുടി കുറച്ചൊരു തിക്കായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും അമ്മ വിളിച്ചു. പിന്നെ വേഗം പോയി സാരി കൊടുത്തു, ജിംക്കി കമ്മലൊക്കെ ഇട്ടു, എൻ്റെ വലിയ താലിയൊക്കെ എടുത്തിട്ട് നന്നായി സിന്ദൂരമൊക്കെ നീട്ടി വരച്ചിട്ടു. മഞ്ഞൾ വെച്ചിട്ടാണ് കുറിയൊക്കെ തൊട്ടത് കേട്ടോ. നമ്മളെ കയ്യിൽ അത്രയും ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലുള്ള ഡാർക്ക് കളറും കൂടെ ലിപ്സ്റ്റിക്ക് വെച്ച് സെറ്റ് ചെയ്തു. സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ മുല്ലപ്പൂ വാങ്ങിയത്. ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ്.